കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. ഞാനൊരു ജനപ്രതിനിധിയല്ലേ. ജനപ്രതിനിധി ഞാൻ ആദ്യത്തെ ഏറ്റവും വിഷമം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സബ്മിഷനായിരുന്നു. ആ സബ്മിഷൻ ഇങ്ങനൊരു വിവാദം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം അത് തീർച്ചയായിട്ടും അത് ഞാനും മനുഷ്യനല്ലേ. ഒരു അംഗം എന്ന നിലയിൽ, കുട്ടനാടിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് കുട്ടനാട്ടിലെ ജനങ്ങൾ ഒന്നായിട്ട് വന്ന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവർ കളക്ടറേറ്റ് മുതൽ മന്ത്രിമാർ മുതൽ എല്ലാവരുടെയൊക്കെ കയറി ഇറങ്ങി നടക്കുന്നതാണ് ഈ മൂലം വള്ളംകളി. മൂലം വള്ളംകളിയുടെ പ്രാധാന്യം അതെന്താണ്, ആ ഒരു ദിവസത്തിൻ്റെ കുട്ടനാട് ജനങ്ങളുടെ ഒരു ആവേശം ഉൾക്കൊള്ളുന്ന ഒരു ദിവസമാണെന്നത്. അപ്പോൾ അവരൊരു അവധിക്ക് കാലങ്ങളായിട്ട് നടക്കുന്നു. അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാനത് എൻ്റെ ആദ്യത്തെ സബ്മിഷനാണ് നിയമസഭയിൽ. ആ സബ്മിഷനായിട്ട് ഞാൻ വെച്ചു. അതിന് ഞാൻ സംസാരിച്ചു. ഞാൻ അറിഞ്ഞതും ഞാൻ കേട്ടതും അത് പരിഗണിക്കാം എന്നാണ്. ഇപ്പോഴും ഞാൻ അത് പരിഗണിക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ്. അപ്പം അതിനുശേഷം രാവിലെ നിങ്ങൾ മാധ്യമങ്ങളെല്ലാവരും വിളിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരെണ്ണം അത് കഴിഞ്ഞ് അവിടെ ഇരുന്നപ്പം പറയുന്നല്ലോ MLA അങ്ങനെയൊന്നും ഉള്ള. കാരണം മുഖ്യമന്ത്രി ചിലപ്പം നിയമസഭയിൽ തരത്തില്ല എന്നോ അല്ലെ അങ്ങനല്ല, അത് ചിലപ്പം ചിന്തിച്ചതൊന്നായിരിക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുടക്കിക്കൊണ്ടോ അങ്ങനെ ഒരു അവധി പ്രഖ്യാപിച്ചുകൊണ്ടോ വേണ്ട എന്ന്, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം അത്ര കണ്ട് മനസ്സിലാക്കി കാണില്ല എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. കാരണം അതിനകത്തില് എന്നെ മോശമാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടനാടിന് വേണ്ടി നാളെയും നിൽക്കും, എന്നും നിൽക്കും, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കും. അതിനകത്തില് ഈ നാട്ടുകാരെ മറന്നിട്ട് അങ്ങനെ എല്ലാവരെക്കാട്ടിൽ കൂടുതൽ 140 MLA-മാരിൽ 139 പേരെക്കാൾ ഉത്തരവാദിത്വം എനിക്കാണെന്ന് പറയും. കാരണം അതിന് ആരെങ്കിലും എന്നോട് തർക്കിക്കുവാണെങ്കിൽ അവർക്ക് എൻ്റെ കൂടെ വരാം, കുട്ടനാടിന്റെ ഓരോ ഉൾപ്രദേശങ്ങളിൽ ഞാൻ കൊണ്ടുപോകാം. അവർ പറയണം ഇതിലും പ്രയാസപ്പെടുന്ന ജനങ്ങൾ മറ്റു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കാം. അതല്ലാതെ ഈ പറയുന്ന ഞാൻ കൊടുത്ത പ്രാദേശിക അവധി പറഞ്ഞു, അതിനകത്ത് മുഖ്യമന്ത്രി അതിന് ശേഷം എന്ത് പറഞ്ഞു എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. അത് അനുവദിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇന്നലെ നിയമസഭ വിട്ടു പോരുന്നത്. മുഖ്യമന്ത്രിക്ക് അങ്ങനെ അത് പരിഗണിക്കാം അല്ലെങ്കിൽ അനുവദിക്കാം എന്ന് മറുപടി പറയാം. പക്ഷെ അദ്ദേഹം പരിഗണിക്കാമെന്ന് പറയുന്നതിലും ഒരു എന്താ പറയുക, ഒരു ബോഡി ലാംഗ്വേജ് ഇതായിരുന്നു. അതിനുശേഷം ഇതിനു ശേഷം ഇപ്പൊ താങ്കൾ കേട്ട് കാണും അത് പറഞ്ഞത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറയാം. അപ്പൊ ഈ മറുപടി എന്തുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്? അത് അതിന്റെ എന്താണ് സാഹചര്യം? ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കണ്ടൊരു വീഡിയോ ഉള്ളൂ. അതിന്റെ എന്ത് സാഹചര്യമാണെന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കും. കാരണം ഞാൻ കുട്ടനാടിന് വേണ്ടി പറഞ്ഞതാണ്. അതില് ശരിയാണ്. കാരണം അങ്ങനെ ഒരു ഇതാണെങ്കിൽ ഇല്ല, അത് അനുവദിക്കാൻ പറ്റില്ല. കാരണം അധികാരം മൊത്തം മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. ആ ഒരു അധികാരമുള്ളതിന്റെ പേരിലാണ് കുട്ടനാട് MLA അവിടെ സബ്മിഷൻ ഉന്നയിച്ചതും. അവിടെ പറയാം, തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതിൽ അവിടെ ഇല്ല, അത് തരാൻ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അധികാരം തന്നെയാണ് പറയാം. പക്ഷെ അതിനുശേഷം ഏത് സാഹചര്യം എന്നുള്ള എനിക്ക് അറിയില്ല. അതിനെപ്പറ്റി തീർച്ചയായിട്ടും ഞാൻ നേരിട്ട് അത് ചോദിക്കും. കാരണം എന്താണ് അങ്ങനെ ഒരു ഇത് വന്നേ എന്നുള്ളത് ചോദിക്കേണ്ട സാഹചര്യമുണ്ടായി ചോദിക്കാൻ സംശയമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും കുട്ടനാടിനെ പ്രതിനിധിക്കുന്ന MLA ആണ്. കുട്ടനാടിന്റെ ഒരു വികാരമാണ് വള്ളംകളി. അത് മുൻനിർത്തിയായിരിക്കും താങ്കൾ ഒരു പ്രാദേശിക അവധി നൽകണമെന്ന് ചോദിച്ചത്. അപ്പം അവരെ പോലും കളിയാക്കുന്ന അല്ലെങ്കിൽ ചോദിച്ച താങ്കളെ മാത്രമല്ല, കുട്ടനാട്ടുകാരെ ഒരു വള്ളംകളി പ്രേമികളെ ഉൾപ്പെടെ ആ പ്രദേശത്തുള്ള ആൾക്കാർ ഉൾപ്പെടെ ഒരു മോശമാകുന്ന രീതിയിലായിപ്പോയില്ലേ ഇന്നത്തെ ഒരു പ്രതികരണം മുഖ്യമന്ത്രി? അത് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞതെന്നോ അല്ലെ എന്താണോ ചിന്തിച്ചതെന്നോ ഞാൻ നേരിട്ട് കണ്ട് ചോദിക്കാതെ അതിനൊരു മറുപടി ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം എന്നെ കാണുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് തരേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ഏതെങ്കിലും കുടുംബത്തിലെ ഒരു വിശേഷത്തിന് ഞാൻ അവധി ചോദിച്ചാൽ അത് ശരിയാണ്. അങ്ങനല്ല, എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് ചോദിച്ച അവധിയല്ല. കുട്ടനാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് ഉന്നയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. അത് ഞാൻ ഉന്നയിച്ചു. എനിക്ക് കിട്ടിയ മറുപടി പരിഗണിക്കാം സർക്കാർ.
അതിനുശേഷം പറഞ്ഞത് ഇപ്പോഴും ഞാനത് കൺസിഡർ ചെയ്യുന്നില്ല, അവധി തരും എന്ന പ്രതീക്ഷ തന്നെയാണ് എനിക്ക്. കാരണം എൻ്റെ ആദ്യത്തെ സബ്മിഷനാണ്. അത് ഞാൻ ചോദിച്ച സംസ്ഥാനം മൊത്തമുള്ള അവധിയല്ല, ഒരു നിയോജക മണ്ഡലത്തിലെ കുറച്ച്. കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ഉത്സവ ദിവസമാണ് ചമ്പക്കുളം വള്ളംകളി. അത് പ്രത്യേകിച്ച് എഴുതി കൊടുത്തതിനകത്തിലുണ്ടായിരുന്നു. അതേതൊക്കെ സാഹചര്യത്തിലാണ് അത് അതിന് ശേഷം എന്നുള്ളത് എനിക്കറിയില്ല. ഇല്ല, ഞാൻ മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുന്നത് തിങ്കളാഴ്ച നിയമസഭയുണ്ടല്ലോ, നേരിട്ട് കാണാമല്ലോ. അപ്പോൾ ഇതിനകത്തിൽ ഇതെല്ലാം പരിഗണിക്കാം എന്ന് പറഞ്ഞേക്കുന്ന ഒരു വിഷയം, അതിനുശേഷം ഇങ്ങനൊരു വീഡിയോ സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും അത് പല ആൾക്കാർ വിളിക്കുന്നു, കുട്ടനാട്ടുകാർ വിളിക്കുന്നു, അവർക്കെല്ലാം മറുപടി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അത് ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്തിച്ചോ അല്ലെങ്കിൽ എന്നെ മോശമാക്കാനോ അല്ലെങ്കിൽ കുട്ടനാടിനെ മോശമാക്കാനോ ആണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെയാണ് എന്നെ വിളിക്കുന്നതെല്ലാം ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും പറയും. കാരണം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിനുണ്ടായപ്പോൾ അതൊരു നിയമസഭാ അംഗം എന്ന നിലയിൽ അത് ചോദിക്കേണ്ട ഉത്തരവാദിത്വം എന്റെയാണ്. കാരണം 140 പേർക്കും ഒരേ അധികാരം ഒരേ അവകാശമാണ് നമ്മുടെ നിയമസഭയിൽ. അത് ചോദിക്കും. അത് ഞങ്ങളുടെ മുഖ്യമന്ത്രി, ടീം UDF അതിനെ ഒന്നിച്ചു കൊണ്ടുപോകുവാൻ, അതിൽ എന്താണ് അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ അത് യഥാർത്ഥ വീഡിയോ ആണോ എന്നുള്ളത് ചോദിക്കേണ്ടി വരും. താങ്കളുടെ നേതാവ് ഇപ്പോൾ താങ്കൾ UDFന്റെ ഭാഗമായിരിക്കുന്നു. അപ്പോൾ താങ്കളുടെ മുന്നണിയിൽ ഇതെന്തെങ്കിലും അതിർത്തി ഉണ്ടായിട്ടുണ്ടോ? സ്വന്തം MLA പറയാൻ അങ്ങനെ നേതൃത്വം എന്തെങ്കിലും ഞങ്ങൾ കേരള കോൺഗ്രസ് ആണ്. ഇന്നിപ്പം ഞങ്ങൾ 7 മെമ്പർമാരുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ അറിയാമല്ലോ, അതിനകത്തില് ഞങ്ങളുടെ പാർട്ടിക്കകത്തിൽ അങ്ങനെ ഒരു അതൃപ്തിയും ഇതുവരെയും ഉണ്ടാവേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെയൊന്നും അല്ല. അതിനകത്തിൽ എന്തോ ഏത് സാഹചര്യത്തിൽ ഇത് സംഭവിച്ചു പറഞ്ഞു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. വരും ദിവസങ്ങളിൽ അത് ചോദിച്ചിരിക്കും. കാരണം അത് അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. പക്ഷെ അതെന്ത് എന്ന് എനിക്കറിയില്ല. അത് തീർച്ചയായിട്ടും ചോദിക്കാം. MLA പരമായിട്ടും ചോദിക്കാം, പാർട്ടിപരമായിട്ടും ചോദിക്കാം. കാരണം അത് ചോദിക്കണമല്ലോ. തെറ്റിദ്ധാരണം അല്ലെങ്കിൽ പുള്ളി സ്റ്റേറ്റ്മെന്റ് നടത്തുമല്ലോ എന്താ പറയാൻ കാരണമെന്നുള്ളത്. ഇപ്പം നിങ്ങൾ മാധ്യമങ്ങളെല്ലാം ഇതിന്റെ പുറകിൽ നിൽക്കുമ്പോൾ ചിലപ്പം മുഖ്യമന്ത്രിയും അതിന് മറുപടി പറയും. അതല്ലേ വ്യക്തിപരമായിട്ട് എനിക്ക് ചോദിക്കാം, എന്താണ് മുഖ്യമന്ത്രി ഞാൻ കുട്ടനാടിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞപ്പം അതീ പറഞ്ഞുകൊണ്ട് ഇപ്പം ഒരു കാര്യമുള്ളല്ലോ. ഇപ്പം ഇത് ജനപ്രതിനിധി മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഇരുന്നതിന് ശേഷം അത് പല കാരണങ്ങൾ സംസ്ഥാന തലത്തിൽ ഇങ്ങനൊരു അവധി കൊടുത്താൽ നാളെ വേറെ പല സ്ഥലങ്ങളിലും കൊടുക്കേണ്ടി വരുന്ന കൊണ്ട് അങ്ങനെ പറഞ്ഞതാണോ എന്നറിയില്ല. അത് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. അത് നാച്ചുറൽ അല്ലേ. വിഷമം എന്ന് പറഞ്ഞാൽ ഞാനൊരു ജനപ്രതിനിധിയല്ലേ. ജനപ്രതിനിധി ഞാൻ ഏറ്റവും വിഷമം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സബ്മിഷനായിരുന്നു. ആ സബ്മിഷൻ ഇങ്ങനൊരു വിവാദം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം അത് തീർച്ചയായിട്ടും അത് ഞാനും മനുഷ്യനല്ലേ. ഞാൻ നിയമസഭയിൽ അതിന് മാത്രമെന്നല്ല, നാളെ കുട്ടനാടിന് വേണ്ടി എന്തോ ഒരു കാര്യം പറഞ്ഞ് നടന്നില്ലെങ്കിലും കുട്ടനാടിന്റെ യാഥാസ്ഥികത്വം എന്താണ് കുട്ടനാടെന്നും ഇവിടുത്തെ ഈ പാവങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തെന്ന് അറിയാവുന്നത് കൊണ്ടും നാളെയും ഇവിടുത്തെ ഏത് പ്രശ്നങ്ങൾ നടക്കാതെ വന്നാലും ജനപ്രതിനിധി നിലയിൽ എനിക്ക് വിഷമം തന്നെയായിരിക്കും. അതിന് യാതൊരു സംശയമില്ല.